നമസ്കാരം. മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനുമൊക്കെ പുത്തൻ ഉണർവും ഉന്മേഷവും ഒക്കെ നൽകുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് അല്ലെങ്കിൽ ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുന്നത്. കടന്നു വരുന്ന മനുഷ്യരുടെ ആ ഒരു ധൈര്യം നോക്കി അല്ലെങ്കിൽ അവൻ ഏത് ട്രീറ്റ്മെൻറ്റാണ് എന്ന് മനസ്സിലാക്കി ചികിത്സകൾ നടത്തുകയും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടെൻഷനും പിരിമുറുക്കങ്ങളും ഒക്കെ കാരണം ആത്മഹത്യ ചെയ്യുന്ന ഒരു സമൂഹമാണ്. അത്തരത്തിൽ ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് കൗൺസിലിങ്ങും നടത്തുന്ന ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തട്ടെ. ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ഒരുക്കുന്ന ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്കൊക്കെ അത്യന്താപേക്ഷിതമായ ആയുർവേദ ചികിത്സയും കൗൺസിലിങ്ങും നൽകുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ കോട്ടയം ജില്ലയിലെ ചിങ്ങവനം മാവളങ്ങിലുള്ള ശാലോം ആയുർവേദ ക്ലിനിക് ആൻഡ് കൗൺസിലിംഗ് സെൻറ്റർ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. ഇവിടുത്തെ ചികിത്സാ രീതികളും കൗൺസിലിംഗ് രീതികളുമൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ആ വിശേഷങ്ങളിലേക്ക് കമാൺ. ശാലോം ആയുർവേദ ക്ലിനിക് ആൻഡ് കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ സിഞ്ചു മാത്യു മാമമാണ് എന്നോടൊപ്പമുള്ളത്. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. താങ്ക് യു. ആയുർവേദവും പഞ്ചകർമ്മ ചികിത്സകളും പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ഈ പഞ്ചകർമ്മ ചികിത്സകൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്? പഞ്ചകർമ്മത്തിൽ നമ്മളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ പഞ്ചകർമ്മം എന്ന് പറയുന്നത് ഒഴിച്ചിലും പിഴിച്ചിലും ആണെന്നും അത് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. അല്ലല്ല, അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ആക്ച്വലി പഞ്ചകർമ്മം എന്ന് പറയുന്നത് ഛർദ്ദിപ്പിക്കുക, വയറിളക്കുക, പിന്നെ വസ്തി, അതായത് നമ്മൾ ഗുദാമാർഗത്തിലൂടെ അല്ലെങ്കിൽ ആനസിലൂടെ കഷായമായിട്ടോ തൈലമായിട്ടോ മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും, പിന്നെ നസ്യം എന്ന് പറയുമ്പം മൂക്കിലൂടെ തുള്ളിമരുന്നൊഴിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് മെയിനായിട്ട് പഞ്ചകർമ്മത്തിൽ വരുന്നുള്ളൂ. മറ്റേ കിരി അല്ലെങ്കിൽ അഭ്യംഗം ഇതൊക്കെ അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി, ബോഡിയെ ഈ പഞ്ചകർമ്മത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പൂർവ്വകർമ്മങ്ങളെന്നേ ഉള്ളൂ. സപ്പോർട്ടിങ് ആക്ടർമാർ. അതെ. അപ്പം മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെയാണ്. അതാണ് പഞ്ചകർമ്മം. അതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ആയുർവേദത്തിൽ നേത്രരോഗത്തിന് പ്രധാന ഒരു പങ്കുണ്ടല്ലോ. അവിടെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒത്തിരി കോമൺ പീപ്പിളിന് അറിയത്തില്ല നേത്രരോഗത്തിന് ആയുർവേദവും ചികിത്സ ഉണ്ടെന്നുള്ളത്. ആയുർവേദത്തിലാണെങ്കിൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കണ്ണാടി വെച്ചുകൊണ്ട് ദൂരക്കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ അസുഖത്തിനൊക്കെ ആയുർവേദത്തിന് നല്ല റോളുണ്ട്. അത് കൊച്ചിലെ തന്നെ ആയുർവേദ ഡോക്ടറെ കണ്ട് അതിനുള്ള മെഡിസിൻസ്, കണ്ണിലൊഴിക്കാനുള്ള തുള്ളിമരുന്ന്, തർപ്പണം പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്, നേത്രധാര അല്ലെങ്കിൽ ശിരോധാര, ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കുവാണെങ്കിൽ ഗ്രാജ്വലി അവരുടെ കണ്ണാടിയുടെ പവർ കുറയ്ക്കാനും പറ്റും. അതുമാത്രമല്ല, കുറേ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് കുറേ കോഴ്സായിട്ട് ചെയ്യേണ്ടി വരും പല പ്രാവശ്യമായിട്ട്. അതെല്ലാം കഴിയുമ്പം ഒത്തിരി പിള്ളേരുടെ കണ്ണാടി മൊത്തത്തിൽ ഒഴിവാക്കാനും പറ്റും. അതുപോലെ തന്നെ അഡൾട്ട്സിനാണെങ്കിൽ ഇപ്പം ഡയബറ്റിക് റെറ്റിനോപ്പത്തി, ഇതിനൊക്കെ നല്ല റിസൾട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. ഇപ്പം കൂടുതലും നമ്മൾ ആളുകൾ പ്രായമൊക്കെ ആകുമ്പോൾ തിമിരം, അതേപോലെ ഗ്ലുക്കോമ രോഗങ്ങളൊക്കെ കോമൺ ആണല്ലോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇതിൽ ചികിത്സകളുണ്ടല്ലേ? കാറ്ററാക്റ്റിനൊക്കെ ഏർലി സ്റ്റേജസ് ആണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. മെച്യൂർ കാറ്ററാക്റ്റ് ആണെങ്കിൽ സർജറിയാണ് ബെറ്റർ. സർജറിക്ക് പോകാൻ പറ്റാത്ത പേഷ്യൻസിന് നമുക്ക് ഇപ്പോൾ ഹൈ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ വേറെ സിസ്റ്റമിക് ഇൽനെസ് കാരണം അവർ സർജറിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള പേഷ്യൻസിന് നമുക്ക് ആയുർവേദത്തിൽ കുറച്ച് റിലീഫ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടേക്ക് വരുന്ന രോഗികൾ എന്നോട് പറഞ്ഞത് ശാലോവിൻ്റെ പ്രത്യേകത, നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കി എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഡോക്ടർ പറയുന്നതാണ്. അതെ. ഫുള്ളി മെച്യൂർ കാറ്ററാക്ട് ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു. 82 വയസ്സായിരുന്നു. അപ്പോൾ അമ്മച്ചിയോട് ഞാൻ നേരെ പറഞ്ഞു, അമ്മച്ചി ഇതിപ്പോൾ ആയുർവേദം ചെയ്തിട്ട് കാര്യമില്ല,
പോയി സർജറി ചെയ്യിപ്പിച്ചോ എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പിന്നെ സർജറിക്ക് വേണ്ടിയിട്ട് റെഡിയായതും പോയി ചെയ്യിപ്പിച്ച്. അതുകൊണ്ട് ഇപ്പം നല്ല വിഷനുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പേഷ്യൻസിനെ നമുക്ക് ഫുള്ളി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗൈഡ് ചെയ്യുന്നു. ശരി. ഇപ്പം ശരിക്കും ആയുർവേദമായാലും പഞ്ചകർമ്മമായാലും ഒരു അസുഖം വരുന്നതിന് മുമ്പ് ശരീരത്തെ സംരക്ഷിക്കുക എന്നാണ് അതിൻ്റെ ഒരു തത്വം അല്ലേ? ഡെഫിനറ്റ്ലി ആയുർവേദം എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഉള്ള ബോഡിയെ, നമ്മുടെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം, ഉള്ള ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൈമറി എയിം. അത് കഴിഞ്ഞാണ് വേറെ ഡിസീസ് എന്തെങ്കിലും വരുന്നെങ്കിൽ അതനുസരിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത്. അപ്പം ആയുർവേദം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ്. അത് ഡെയിലി നമ്മുടെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് ആയുർവേദം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ സ്ത്രീകൾ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പ്രസവരക്ഷ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അവർക്ക് എന്തൊക്കെ ചികിത്സകളാണ് പ്രത്യേകിച്ച് ലേഡീസിന് നമ്മളിവിടെ കൊടുക്കുന്നത്? ഫീമെയിൽ പേഷ്യൻ്റ് ആണെങ്കിലും നമുക്ക് ഓരോ കേസ് അനുസരിച്ച് അവരുടെ കംപ്ലയിൻ്റ് അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഡിസ്ക് ബൾജിൻ്റെ ഒക്കെ പ്രശ്നമാണെങ്കിൽ നമ്മുടെ വസ്തി എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് നമ്മുടെ ഇങ്ങനെ ആനസിലൂടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ്. അത് ഇപ്പോൾ 8 ഡേയ്സിൻ്റെ കോഴ്സ് ആണെങ്കിൽ ആ പേഷ്യൻറ്റ് ഈ 8 ദിവസം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ പേഷ്യൻറ്റിന് അത് നല്ല റിലീഫും കാലയിലോട്ടുള്ള റേഡിയേറ്റിംഗ് പെയിൻ അല്ലെങ്കിൽ നംനെസ് ഇതെല്ലാം കുറയുന്നതായിട്ട് പേഷ്യൻസ് പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ അവർക്ക് നല്ല സിംപ്റ്റമാറ്റിക് റിലീഫ് കിട്ടുന്നുണ്ട്. പഴയകാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ സ്ത്രീകൾക്ക് അല്ലെ ലേഡീസിന് ഒരു പ്രസവരക്ഷ പ്രത്യേക രീതിയിലാണ് നൽകിയിരുന്നത്. നാച്ചുറലായിട്ട് ഉള്ള രീതിയാണ് ചെയ്തിരുന്നത്. അതിന് ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ശാലോ. നമ്മുടെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്? നമ്മുടെ അടുത്ത് ഇതുവരെ വന്നിട്ടുള്ള പോസ്റ്റ് ഡെലിവറി കേസസിലെ എല്ലാ പേഷ്യൻസും വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഹാപ്പി ആയതുകൊണ്ടാണ്. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യും. അതനുസരിച്ച് നമ്മൾ ഇതെല്ലാം തലേദിവസമായി പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമ്മുടെ ഒത്തിരി റോ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം നമുക്ക്. ആവണക്ക്, എരിക്ക്, വാളംപുള്ളിയുടെ ഇല, ഒത്തിരി റോ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ച് തലേദിവസം തന്നെ വേദവെള്ളം തിളപ്പിച്ച് പിറ്റേ ദിവസം അത് ഒന്നുകൂടെ ചൂടാക്കിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ അറിയാമല്ലോ, പ്രസവം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ജനനം മാത്രമല്ല, ഒരു അമ്മയുടെയും കൂടെ ജനനമാണ്. അപ്പം ആ അമ്മയാണെങ്കിലും ഒത്തിരി മെൻ്റൽ സ്ട്രെസ്സ് ഉണ്ട്, അതുകൂടാതെ ഫിസിക്കൽ സ്ട്രെസ് ഉണ്ട്. ഇതിലൂടെ എല്ലാം പാസ്സാകുമ്പം അവരെ ആ പഴയ ഒരു നോൺ പ്രഗ്നൻറ്റ് സ്റ്റേറ്റിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചികിത്സയാണ് പ്രസവരക്ഷ അല്ലെങ്കിൽ വേദഗുളി എന്ന് പറയുന്നത്. അവർ ഡെലിവറിയിലൂടെ വരുന്ന ഫിസിക്കൽ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരിൽ ഉണ്ടാകുന്ന ആ മസിൽസിനുണ്ടാകുന്ന സ്ട്രെയിനും അവർക്കുണ്ടാകുന്ന മസിൽ ക്രാംസും നടുവേദന എന്നുള്ള ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതിനുള്ള മരുന്നുകൾ, ചികിത്സകൾ, ഔഷധങ്ങൾ, അതുകൂടാതെ ഡയറ്റാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്താണ് നമ്മളിവിടെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഡെലിവറി നടക്കുമ്പം ഉണ്ടാകുന്ന മസിൽസൊക്കെ അങ്ങ് അയയും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഉദരവേഷ്ടനം അല്ലെങ്കിൽ അബ്ഡോമിനൽ ബൈൻഡിങ്, അതായത് തുണി വെച്ച് വയറ് ചുറ്റി നല്ലതായിട്ട് ടൈറ്റായിട്ട് കെട്ടിവിടുന്നതൊക്കെ, അതൊക്കെ ചെയ്യുന്നതോടെ വയറൊക്കെ നേരത്തെ നോൺ പ്രഗ്നൻറ്റ് സ്റ്റേജിലേക്കൊക്കെ വരാൻ ഹെൽപ്പ് ചെയ്യും. 45 ഡേയ്സ് എടുക്കും നോർമലി യൂട്രസിന് ഡെലിവറി കഴിഞ്ഞ് നോൺ പ്രഗ്നൻറ്റ് സ്റ്റേജിലേക്ക് വരാൻ. അപ്പോൾ ഈ അത്രയും ഡേയ്സ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പേഷ്യൻറ്റിന് അവരുടെ നീഡ് അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റും മെഡിസിൻസും ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ ഹെയർ ഫോളിന് എഗൻസ്റ്റായിട്ടും പിന്നെ നീരിറക്കം ഉണ്ടാകാതിരിക്കാനായിട്ടുമാണ് മുടികൾക്ക് ധൂപനം, അതായത് കുറേ ഹെർബൽ മെഡിസിൻസ് വെച്ച് പുകയടിപ്പിക്കുന്നത്. അത് ഹെൽപ്പ് ചെയ്യും. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നേരത്തെ മർമ്മ ചികിത്സയ്ക്ക് വന്ന ഒരു പേഷ്യൻ്റ്, ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഇവിടെ വന്നു, ഭയങ്കര ആശ്വാസം കിട്ടി, മർമ്മ ചികിത്സാ രംഗത്ത് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു മാമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാമോ? അതെ, ആക്ച്വലി മർമ്മ ചികിത്സയൊക്കെ 2 ടൈപ്പ് ഉണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലെ വർമ്മം അല്ലെങ്കിൽ വർമോളജി എന്നൊക്കെ പറയും, അതും പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിൻ്റേതായ ഉള്ള മർമ്മ ചികിത്സയും പഠിച്ചിട്ടുണ്ട്. അപ്പം പേഷ്യൻസ് വരുമ്പോൾ അതിന് പെയിനിന് പെട്ടെന്ന് റിലീഫ് കൊടുക്കാൻ നമുക്ക് ഈ മർമ്മം ചികിത്സ കൊണ്ട് പറ്റും. അതിനകത്ത്
നമുക്ക് സുളുക്കുമുറികളൊക്കെ ഉണ്ട്, പിന്നെ ബാൻഡേജിങ് ടെക്നിക്സ് ഉണ്ട് കുറേ. അതൊക്കെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ് റിലീഫാണ്. നമ്മൾ കുറേ നാൾ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന റിലീഫ് ഇത് പെട്ടെന്ന് അവർക്ക് മർമ്മ ചികിത്സയിലൂടെ ലഭിക്കും. ഡോക്ടറെ, മറ്റ് എന്തൊക്കെ ചികിത്സകളാണ് ശാലോമിൽ ലഭ്യമാകുന്നത്? ഇവിടെ അഭ്യംഗവും സ്റ്റീം ബാത്തും അതുണ്ട്, ഇലക്കിഴിയുണ്ട്, മർമ്മക്കിഴിയുണ്ട്, ഞവരക്കിഴിയുണ്ട്, പിന്നെ സ്ട്രെസ്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ശിരോധാരയുണ്ട്, കണ്ണിന് അസുഖമുള്ളവർക്ക് വേണ്ടിയിട്ട് തർപ്പണം, നേത്രധാര, അങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. ശരി, ആയുർവേദ രംഗത്ത് എല്ലാം മികച്ച രീതിയിൽ പോകുന്നു. ശരിക്കും ഞാൻ ആക്ച്വലി ഇവിടേക്ക് വന്നത്, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് രമേശ്. പുള്ളിക്ക് കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര ടെൻഷനാണ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഇവിടെ കൗൺസിലിങ്ങിന് ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ എനിക്കൊന്ന് കാണിക്കണം. അപ്പോൾ അത് ഹസ്ബൻഡാണ് ചെയ്യുന്നത്. അതെ അതെ, അദ്ദേഹത്തിൻ്റെ പേര് ഒരു അച്ഛനാണ്. അപ്പം അതിനുവേണ്ടിയാണ് ശരിക്കും ഞാൻ വന്നത്. ആ കൂട്ടത്തിൽ ആയുർവേദത്തിൻ്റെ കാര്യങ്ങൾ കൂടി അറിയണം. എന്തായാലും അദ്ദേഹം എന്നെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ. കൗൺസിലിംഗ് അത്യാവശ്യമാണ്, എനിക്കും കൗൺസിലിംഗ് ആവശ്യമാണ്. കുറേ ടെൻഷൻസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. സ്ട്രെസ്സും ഷെയ്ഡും ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ. അപ്പോൾ ഇത്ര നേരം ഞങ്ങൾ സംസാരിച്ചതിന് പ്രത്യേക നന്ദി. ഇനി ബാക്കി കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടി അറിയണം. താങ്ക് യു സോ മച്ച്. ടെൻഷനും പിരിമുറുക്കവും എല്ലാം മനുഷ്യൻ്റെ സന്തത സഹചാരികളാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നേക്കുകയാണ്. അപ്പോൾ ശാലോം കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ചാർജ് ക്രിസ്റ്റോ സി കുര്യൻ അച്ഛനാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ പ്രശ്നം വല്ലതും ഉണ്ടോ? മനുഷ്യൻ പിരിമുറുക്കങ്ങളില്ലാത്ത മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതിന് കുഴപ്പമുള്ളൂ അല്ലേ? എന്തായാലും അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. എപ്പോഴും ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്ക്. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ തന്നെ കാണാൻ വേണ്ടി കൊണ്ടുവന്നത്. ഓക്കെ. ശരിക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആത്മഹത്യകൾ കൂടി വരുന്നു, ടെൻഷനുകൾ. പത്രം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. അതെ. അപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ പ്രബലമായ ഒരു സംഭവം ഉണ്ടായി. പ്രശ്നത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ശരിക്കും എന്താണ് മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള കാരണം? നമ്മളതിന് എന്താണ് പ്രതിവിധി? മനുഷ്യൻ ഇപ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാകുന്നതല്ല. ഇവൻ ചെറുപ്പകാലം മുതൽ ഇവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളുടെയൊക്കെ അക്കുമുലേഷനാണ് പലപ്പോഴും പിന്നീട് ഒരു പ്രശ്നത്തിൻ്റെ ഒരു വിസ്ഫോടനത്തിലേക്ക് അവൻ വരുന്നത്. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ ഒരു കുഞ്ഞിന് ലഭിച്ചിട്ടുള്ളതായ ഓരോ അനുഭവങ്ങളാണ് പിന്നീട് അവനെ ഒരു വ്യക്തി എന്ന നിലയിൽ വാർത്തെടുക്കുമ്പോൾ അവന് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കണ്ടെത്തിക്കൊണ്ട് അവൻ ആവശ്യമായ കൗൺസിലുകളും തിരുത്തലുകളും നല്ല ഗൈഡൻസും അവന് കൊടുക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതോടൊപ്പം തന്നെ ഈ മാനസിക പിരിമുറുക്കങ്ങൾ പല രീതിയിൽ നമുക്കുണ്ടാകാറുണ്ട്. ഒന്ന്, അവൻ്റെ ഹോർമോണൽ ചേഞ്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഹോർമോണൽ ചേഞ്ചസുകൾ കൊണ്ട് അവർക്ക് പലപ്പോഴും പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പുരുഷന്മാരെ സംബന്ധിച്ച് അമിതമായ മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം അവനെ തകർത്ത് കളയാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അത് ഒരു വ്യക്തി എന്ന നിലയിൽ സാമൂഹികമായും മാനസികമായും ഒക്കെ അവനിൽ ഒത്തിരി തകർച്ചകൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. പലപ്പോഴും പല മദ്യപാന രോഗി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പെട്ടെന്ന് ഒരു പെക്ക് കഴിച്ചതുകൊണ്ട് അവനെ മദ്യപാന രോഗി എന്ന് പറയാൻ സാധിക്കത്തില്ല. 10 പേര് മദ്യം കഴിക്കുന്നവരുണ്ടെങ്കിൽ ആ 5 പേര് മദ്യപാന രോഗത്തിന് അടിമയാകുക എന്നതാണ് കാലഘട്ടം. അപ്പോൾ ഈ ആൽക്കഹോളിക് സൈക്കോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ വ്യക്തി വരിക. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ മാനസിക വിഭ്രാന്തി, സൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കഹോളിക് സൈക്കോസിസ് എന്ന് പറയുന്നത് മദ്യപാനം മുഖാന്തരം ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് പറ്റാത്ത അവസ്ഥ. അതോടൊപ്പം തന്നെ ഒരു മാനസിക രോഗിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ വ്യക്തിയിൽ കാണും. സംശയരോഗം ഉണ്ടാകാറുണ്ട്, അവന് ഉറക്കം നഷ്ടപ്പെടാറുണ്ട്, വയലൻ്റ് ആകാറുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു മാനസിക രോഗിയിലുണ്ടാകുന്ന എല്ലാ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിലും ഈ മദ്യപാന രോഗിയിലും കാണും. അങ്ങനെ അവൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോവും, അവൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവും, ജീവിതം പോവും, സമൂഹത്തിന് അവർ വിപത്തായിട്ട് മാറി. നമ്മുടെ ചുറ്റുപാടുകൾ എത്രയോ സംഭവങ്ങൾ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ഉപയോഗം. ഞങ്ങളുടെ കൗൺസിലിംഗ് നൽകുന്നതോടൊപ്പം തന്നെ അനാവശ്യമായ ട്രീറ്റ്മെൻറ്റുകളും താല്പര്യമുള്ളവർക്ക് നൽകാറുണ്ട്. അപ്പം അങ്ങനെ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്കിവിടെ കിടത്തി ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ മദ്യപാന രോഗികളായിട്ട് വരുന്നവർക്ക് നമ്മൾ കിടത്തി ചികിത്സ നൽകാറില്ല. കാരണം അവർ ചില സമയങ്ങളിൽ വയലൻ്റ് ആകും, ചില സമയങ്ങളിൽ സൂയിസൈഡൽ അറ്റംപ്റ്റുകൾ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് അതിനുള്ളതായ സാഹചര്യം ഇവിടെ ഇല്ലാതെ അതിന് കൊടുക്കാറില്ല. പക്ഷേ മാനസികമായ ബുദ്ധിമുട്ട് കൊണ്ടും പിരിമുറുക്കം കൊണ്ടും കടന്നു വരുന്നതായ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ ആവശ്യമായ യോഗ പ്രാക്ടീസുകൾ അത് നൽകുന്നതോടൊപ്പം തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, വൈഫ് ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളും
അവർക്ക് നൽകാറുണ്ട് എന്നുള്ളതായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള ഹോം സ്റ്റേ സൗകര്യമൊക്കെ ഉണ്ടോ ഇവിടെ? തീർച്ചയായും ഞങ്ങൾക്ക് ഇവിടെ 2 രീതിയിലാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഒന്ന്, ഞങ്ങൾക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കടന്നു വരുന്നവർക്ക് ഒരു IP ഫെസിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ഗസ്റ്റായിട്ട് കടന്നു താമസിക്കാൻ ആവശ്യമായ ഹോം സ്റ്റേയുടെ സൗകര്യങ്ങൾ ഞങ്ങൾ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ നിന്നുള്ള പെർമിഷനോട് കൂടെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ താല്പര്യമായ ആ ഗസ്റ്റിന് താല്പര്യമായ വ്യക്തികൾക്ക് ഓൾ കേരള ടൂറ്, എയർപോർട്ട് ടു എയർപോർട്ട് സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ അവർക്ക് ഇവിടെ താമസിക്കാനായിട്ടും ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുവാനായിട്ടും ഞങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാനുള്ളതായ സാഹചര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മുടെ കൗൺസിലിംഗ് അച്ഛൻ ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ എല്ലാ രീതിയിലുള്ള കൗൺസിലിംഗ്, സൈക്കാട്രിക് കൗൺസിലിംഗ് നൽകുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് നൽകുന്നുണ്ട്, പിന്നെ മദ്യപാനവും മയക്കുമരുന്നും മുഖാന്തരമുള്ളവർ കൗൺസിലിംഗ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ അവർക്ക് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് അത് മുഖാന്തരം പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കാനുള്ളതായ സാധ്യതകളുണ്ട്. അങ്ങനെയുള്ളവരെ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയാൽ എക്സൈസ് വകുപ്പുകാർ നമുക്ക് അവരോട് പറയും, നിങ്ങൾ കൗൺസിലിംഗ് നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൂടി അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ആവശ്യമായ തിരുത്തലുകൾ നൽകി അവരെ തിരികെ നോർമൽ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷാ പേടിയായിട്ട് കടന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, സ്റ്റേജ് ഫിയറായിട്ട് കടന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊക്കെ ആവശ്യമായ കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സെന്ന് പറയുന്ന 3 ഭാഗങ്ങളാണ്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഈ 3 ഭാഗങ്ങളിലാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആണ് നമ്മൾ പലപ്പോഴും ഒരു രോഗിയാക്കിയിട്ട് മാറ്റുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പക്ഷേ ഈ 90% രോഗികൾ ഇവിടെ കടന്നു വരുമ്പോൾ അവർക്ക് 90% രോഗികൾക്ക് അവർക്ക് രോഗമില്ല, 10% പേർക്ക് രോഗമുള്ളൂ. ഈ 90% പേർക്ക് മാനസികമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മെൻ്റൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിൻ്റെ ചിന്തകളിലുണ്ടാകുന്നതായ പ്രശ്നങ്ങളാണ് രോഗമായിട്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സൈക്കോ തെറാപ്പിസ്റ്റ് ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോകുക, അതുപോലെ തന്നെ ഹിപ്നോട്ടിസത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ആവശ്യമായ പോസിറ്റീവ് സ്ട്രോക്സുകൾ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പോസിറ്റീവായിട്ടുള്ളതായ സ്ട്രോക്കുകൾ അവർക്ക് കൊടുക്കുക. അങ്ങനെ അവരെ എഴുന്നേറ്റ് വരുമ്പോൾ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ആ പോസിറ്റീവ് സ്ട്രോക്കുകൾക്ക് മുഖാന്തരം അവരുടെ ഉള്ളിലുള്ളതായ പഴയ ആ നെഗറ്റീവായ തോട്ട്സുകളെ മാറ്റിക്കളയുകയും പോസിറ്റീവായ തോട്ട്സുകൾ അവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിന് വളരെ വേഗം തന്നെ റിസൾട്ട് ലഭിക്കുവാനായിട്ട്. അതുകൊണ്ട് കൗൺസിലിംഗ് മാത്രമല്ല, അതിനോടൊപ്പം സപ്പോർട്ടിംഗ് ആയിട്ടുള്ളതായ സൈക്കോ തെറാപ്പീസും റിലാക്സേഷൻ തെറാപ്പീസും നമ്മൾ ഇവിടെ നൽകാറുണ്ട്. ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്ന് തിന്നുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് ശാശ്വതമായ പരിഹാരം ഈ കൗൺസിലിങ്ങിലൂടെ കണ്ടെത്തി അവർക്ക് നൽകാൻ സാധിക്കുമോ? കൗൺസിലിങ്ങിലൂടെ ഒരു വ്യക്തിയെ, ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് വലിയ പ്രയോജനമില്ല. പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും, ആദ്യമേ അദ്ദേഹത്തിന് മരുന്ന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ആ ലഹരി വിമുക്തമാക്കിയതിന് ശേഷം അതിനോടൊപ്പം തന്നെ കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ ജീവിതശൈലികൾ എങ്ങനെയായിരിക്കണമെന്നും സോഷ്യൽ ലൈഫിനെക്കുറിച്ചും കല്യാണം കഴിച്ചവരാണെങ്കിൽ ദാമ്പത്യ ലൈഫിനെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ ഉള്ളതായ ഓരോരോ വിടുതലിനനുസരിച്ച് ഓരോരോ ഘട്ടങ്ങളിലെ വിടുതലിനനുസരിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ ഭയങ്കര നല്ല മാറ്റം ഉണ്ടാകുകയും അങ്ങനെ അവർ പുതിയ ജീവിതത്തിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്യും. ശരിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യണം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, എന്തിനും പോംവഴികളുണ്ട് അല്ലേ അച്ഛാ? അതെ, തീർച്ചയായും. ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിഹാരമായ കാര്യമില്ല. കാരണം ആത്മഹത്യ അവർ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഈ സൈക്കോസിസിലേക്ക് ആകുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആത്മഹത്യ പ്രവണത എന്ന് പറയുന്നത് അവന് 4 രീതിയിലുള്ള പ്രശ്നങ്ങൾ. ഒന്ന് ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞതായ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ പല പിരിവുകളുണ്ട്. അപ്പോൾ ഈ ഹാലൂസിനേഷൻ നമുക്കുണ്ടായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലായിരിക്കും. പക്ഷേ അവൻ്റെ ഹാലൂസിനേഷൻ അദ്ദേഹത്തെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ പോയി ആത്മഹത്യ ചെയ്യേ, ഞാൻ ദൈവമാണ് പറയുന്നത്. പക്ഷേ അത് മാനസിക രോഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിന് പ്രകാരം അദ്ദേഹം പോയി ആരാ പറയുന്നത്, ദൈവം പറയുന്നു, അത് ഞാൻ ചെയ്യുന്നു. അല്ല, അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലേ, അത് മാനസിക രോഗത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഈ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ അവർ ഹാലൂസിനേറ്റഡ് വേൾഡിലാണ് അവർ ജീവിക്കുന്നത്. കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കാണാത്ത കാര്യങ്ങൾ മായാലോകത്തിൽ ജീവിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു വിമുക്തി കൊടുക്കുവാനായിട്ട് കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ മെഡിസിൻ യൂസേജ് ആവശ്യമായിട്ടാണ് വരുന്നത്. കൗൺസിലിങ്ങിനെ കുറിച്ചും ആയുർവേദത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി രണ്ടുപേരും സംസാരിച്ചു. പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ അസുഖം വരുന്നതിന് മുമ്പ് ശരീരത്തെ നമ്മൾ സംരക്ഷിക്കുക. കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ടെൻഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനുണ്ടായതുപോലെ ചെറിയ ചെറിയ സംഭവങ്ങളിൽ നിന്ന് നമുക്കൊരു റിലാക്സേഷൻ, അതിന് ശാശ്വതമായ പരിഹാരം അച്ഛൻ്റെ പക്കലുണ്ട്. പ്രിയപ്പെട്ടവർ, ആവശ്യമുള്ളവർ ആയുർവേദ ചികിത്സകളും കൗൺസിലിങ്ങും ഒക്കെ ആവശ്യമായി വരുമ്പോൾ പ്രിയപ്പെട്ട അച്ഛനെയും മാഡത്തെയൊക്കെ സമീപിക്കുക. മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കണ്ടുമുട്ടും വരെ സൈനിങ് ഓഫ് എൻ്റെ മീഡിയ ടീമിനൊപ്പം ക്യാമറമാൻ റിജോയ് പറവൂറിനൊപ്പം ഷിയാദ് ചങ്ങനാശ്ശേരി.